Hi friends, Anjali Food Courtലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി കൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാലത്ത് ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വൈകുന്നേരം ചൂടാക്കി കഴിക്കും. അപ്പോൾ ഇനി ചൂടാക്കിയൊന്നും കഴിക്കണ്ട, 4 മണിക്ക് എന്നെ എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ് നമ്മളെ ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ട്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു ബെല്ലൈക്കൺ വരും. അതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, പുതിയ റെസിപ്പി അപ്പോൾ തന്നെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ല നമുക്ക്. അതിനായിട്ട് ഞാൻ 5 ചപ്പാത്തി കാലത്ത് ഉണ്ടാക്കിയത് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഹാർഡായാലും സോഫ്റ്റ് ആയാലും ഒരു കുഴപ്പമില്ല. ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തീനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഈ 5 ചപ്പാത്തിയിലേക്കുള്ള വെളുത്തുള്ളി, സവോള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഐറ്റംസിൻ്റെ ഒക്കെ അളവ് ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഒരു 3 ഇടത്തരം വലിപ്പമുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 5 അല്ലിയോളം എടുത്തോളൂ, അതും ചെറുതാക്കി കട്ട് ചെയ്തത്, സവോള പിന്നെ ഒരു വലിയ സവോള ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ഇടത്തരം തക്കാളിയാണ് ആവശ്യം. അടുത്തത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഈ വക ഐറ്റംസാണ് നമ്മൾ ഈ 5 ചപ്പാത്തിയിലേക്ക് എടുക്കുന്നത്. ഇനി മസാലപ്പൊടികൾ നോക്കാം. അതിനായിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളുടെ ചപ്പാത്തിയിൽ ഉപ്പിട്ടിട്ടാണല്ലോ കുഴയ്ക്കുക. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, നോർമൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ മുളക് പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ എൻ്റെ ഒരു എരിവും ഇല്ല, അപ്പോൾ ഞാൻ മുളക് പൊടിയും കൂടി എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് വെതറും ലാസ്റ്റ് അതിൻ്റെ മുകളിൽ, അതാണ് ചെയ്യുന്നത്. ഇനി മുട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത്. മുട്ട 1 or 2 എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 2 എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചപ്പാത്തി കട്ട് ചെയ്യുന്ന, ഇങ്ങനെയാണ് ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നേരെ ഇങ്ങനെ സ്ട്രിപ്പ് പോലെ ഇങ്ങനെ ആക്കി കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കൈ കൊണ്ട് വെറുതെ പിച്ച് ചീന്തിയിടാം, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു എന്നുള്ളൂ. നമ്മൾ കത്തര വെച്ചിട്ട്, നമ്മളെ കിച്ചണിലുള്ള കത്തര വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടു. അപ്പോൾ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ കൊത്തു പൊറോട്ടയൊക്കെ ഇല്ലേ, സംഭവം അതുപോലെ തന്നെ, പക്ഷേ മസാലസൊക്കെ ഒന്ന് വേറെ ഉണ്ട്. നമ്മുടെ തമിഴ്നാടൻ സ്റ്റൈലൊന്നും ഇല്ല. ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിയിൽ 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാലും ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കല്ലിലിട്ട് ഇങ്ങനെ കിടകിട കുത്തുന്നത്, ഏകദേശം അതുപോലെയൊക്കെ നമുക്കൊന്ന് കൊത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഉരുളി എടുത്തത്. നമ്മൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ അതിലത്ര ഇങ്ങോട്ട് ഇങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഐറ്റംസിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്. ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം വഴന്ന് കിട്ടിക്കോളും. നന്നായി ഇളക്കിയതിന് ശേഷം ഈ കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം ഒപ്പിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളുടെ കുരുമുളക് പൊടി ഇല്ലേ, അത് ലാസ്റ്റ് വെതറി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുത്തപ്പോൾ ഒരുമിച്ച് വീണു, അതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ടു. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ 1 പൊട്ടിച്ചൊഴിച്ചു, ഇനി അടുത്ത് ഇതേപോലെ തന്നെ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കില്ലേ, മുട്ട ചിക്കി പൊരിക്കുക, ബുർജിയൊക്കെ ഉണ്ടാക്കണ പോലെ നന്നായിട്ട് അങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം മുട്ടേനെ. അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊത്തു പൊറോട്ടയുടെ പോലെ. ഇനി 2 മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക. ഉപ്പ്, എരിവ്, പുളിയൊക്കെ ഞാൻ എൻ്റെ ഒരു കണക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പും മുളകും ഒക്കെ ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു കണക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഇടുന്ന എരിവും പുളിയൊക്കെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ ഒരുവിധം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്, എന്നാൽ നല്ല ഡ്രൈ ആവും, കുറച്ചൊന്ന് നനവങ്ങോട്ട് ഇരുന്നോട്ടെ ഇതിൽ. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ചപ്പാത്തി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. കുറയ്ക്കൊന്നും വേണ്ട, നല്ല കുത്തി അങ്ങോട്ട് യോജിപ്പിച്ചോളൂ. കാരണം ഈ ഐറ്റംസിലൊക്കെ നമ്മളുടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഐറ്റംസൊക്കെ അങ്ങോട്ട് യോജിച്ച് അങ്ങോട്ട് കിട്ടണം. അപ്പോൾ ഇത് ഒന്നൊന്നുമേ തൊടാണ്ടാണ് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അല്ലേ. അപ്പോൾ ആ സമയത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് തളിച്ചു കൊടുക്കുക. 1/4 ഗ്ലാസ് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഒരു കുമ്പിൾ വെള്ളം, ഒരു കൈക്കുമ്പിളില്ലേ, അത്ര മതി ഉണ്ടാവും. അല്ലാണ്ട് ഓവറാക്കാൻ നിൽക്കണ്ട. ഓവറാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, നന്നായിട്ടത് ഈ ചപ്പാത്തി അങ്ങോട്ട് നനഞ്ഞ് കുതിർന്ന പോലെ കിടക്കും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഒരെണ്ണത്തിൻ്റെ മേൽ തൊടാണ്ട, എന്നാൽ നന്നായിട്ട് അങ്ങോട്ട് സോഫ്റ്റായിട്ടും കിട്ടണം. അപ്പോൾ ആ രീതിയാണ്, ആ പരിവാണ് നമുക്ക് വേണ്ടത്. ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാണ്. ഇത്രയും വെള്ളം അങ്ങോട്ട് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കൊന്നും വേണ്ട, ഏകദേശം ആയിട്ടുണ്ട്. ഇനി
ഒന്നും കൂടി ഇളക്കിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈവനിങ് സ്നാക്കായ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടുള്ള പലഹാരം. അപ്പോൾ ഇതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. സോസിൻ്റെ കൂടെ മയോണൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇളക്കി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു, അതൊരു പാത്രത്തിലേക്കാക്കി. ഇതാണ് നമ്മളുടെ കൊത്ത് ചപ്പാത്തി. ഇതിന് എന്താപ്പോൾ പേര് വിളിക്കാമെന്നൊക്കെ ഒരു പിടിയില്ല. നിങ്ങൾ ഇഷ്ടമുള്ള പേര് നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്കാണ്. ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ ഇനി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പതിവ് പോലെ കമൻറ്റ് ചെയ്യുക. ഫോട്ടോസൊക്കെ അയച്ചു തരാനുണ്ടെങ്കിൽ ഞാൻ ഇമെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പോവാണ്. പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരാം. ടാറ്റാ, താങ്ക് യു.